ദേശീയ റോളർ സ്കേറ്റിംഗ് താരവും PMG സ്കൂൾ വിദ്യാർത്ഥിയുമായ അബ്ദുൾ നിഹാലിനെ സീനിയർ വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചു. 6 വിദ്യാർത്ഥികൾക്കെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസിന് പിന്നാലെ അതിക്രമം നടത്തിയ വിദ്യാർത്ഥികളെ സ്കൂൾ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഭക്ഷണം കഴിച്ച് മടങ്ങുകയായിരുന്ന അബ്ദുൾ നിഹാലിനെ സ്കൂളിന് മുന്നിൽ 10ഓളം വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. സുഹൃത്തിന്റെ ആവശ്യപ്രകാരം ഒരു കുട്ടി അന്വേഷിച്ച് നിഹാൽ +2 ക്ലാസ്സിൽ കയറിയിരുന്നു. ഇത് സീനിയർ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഗേറ്റിന്റെ ഫ്രണ്ടിൽ അവർ ഗ്രൂപ്പായി നിൽക്കണം. ആ ഗ്രൂപ്പ് അവർ പിടിച്ചു നിർത്തി എൻ്റെ പേര് ചോദിക്കാൻ കാരണം പേര് ചോദിച്ചാൽ ഞാൻ കാരണമൊന്നുമില്ല, ഞാൻ വെറുതെ വന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ക്ലാസ്സിൽ നിന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. പിന്നീട് അവർ വീണ്ടും ചോദിക്കണം എന്താ റീസൺ, പറയാതെ പോവില്ല എന്ന് അങ്ങനെ വീണ്ടും പറയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ മുഖത്തേക്ക് കുത്തുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. എല്ലാവരും കൂടി റൗണ്ടിൽ തന്നെ ചവിട്ടി. അതിൻ്റെ ഇടയിൽ കൈയൊന്ന് ഫ്രാക്ചർ. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ അധ്യാപകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. റോളർ സ്കേറ്റിംഗ് ദേശീയ താരവും അത്ലറ്റുമാണ് നിഹാൽ. ആക്രമണത്തെ തുടർന്ന് നിഹാലിന്റെ ഇടത് കൈയുടെ എല്ലൊടിഞ്ഞു. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയായി. എന്നാൽ കുറച്ചുകാലം നിഹാലിന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. 1 വർഷമെങ്കിലും നഷ്ടപ്പെടുമെന്നാണ് കുടുംബം പറയുന്നത്. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. എന്താ വെച്ചാൽ ഒരു അത്ലറ്റ് എന്ന് പറയുന്നത് വലിയൊരു എഫക്റ്റ് ചെയ്യുന്നതാണ്. 1 മണിക്കൂർ, 1 ദിവസം, 10 ദിവസം ഒക്കെ ബ്രേക്ക് പറഞ്ഞാൽ അവൻ്റെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്ന. അതുകൊണ്ട് ഒരാൾക്കും ഒരു കുട്ടികൾക്ക് ഇങ്ങനൊരു ഇത് വരാൻ പാടില്ല. ഈ മൃഗീയ വാസന ഒട്ടും ശരിയല്ല. നിഹാൽ ദേശീയ മത്സരങ്ങളിൽ 2 തവണ സ്വർണം നേടിയിട്ടുണ്ട്. നിലവിൽ ഓട്ടം, ഹഡിൽസ് തുടങ്ങിയവരാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇടയിൽ വർദ്ധിക്കുന്ന അക്രമ പരമ്പരകളുടെ തുടർച്ചയാണിത്. സ്കൂളിനകത്ത് വെച്ചും സ്കൂൾ അധികൃതരുടെ മുന്നിൽ വെച്ച് പോലും ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിലാകെ ആശങ്ക പടർത്തുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു 19-കാരന്റെ കൊലപാതകം വലിയ ഞെട്ടലുണ്ടാക്കിയത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യുമെന്നത് ഗൗരവമുള്ള ചോദ്യമാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.